നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് ഇന്ന് മാർച്ച് 1, അല്ലെ? അടുത്ത ഒരു മാസത്തെ തുടക്കമായി. അതോടൊപ്പം തന്നെ പുണ്യ റമദാൻ മാസം കൂടി തുടങ്ങിയിരിക്കുന്നു. വ്രതശുദ്ധിയുടെയും സഹനത്തിന്റെയും അതിലേറെ എന്താ പറയാ, അവനവനെ ഉയർത്തുന്നതിനെയും പ്രതീകമായിട്ടാണ് പുണ്യ റമദാൻ ആഘോഷിക്കാറുള്ളത്. ഞങ്ങൾക്കിവിടെ ഇത് എത്രയോ വർഷങ്ങളായി ശീലമായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മളതിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും ഇതിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഡ്യൂട്ടി ടൈം കുറച്ച് വ്യത്യാസം വരും എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വർഷം ഫസ്റ്റ് ടൈം ആയിട്ട് ഈ വർഷം എനിക്ക് ഹാഫ് ഡേ ആയി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവുമായിരുന്നു. ഈ വർഷം മുതൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നില്ല. ഈ മോർണിംഗ് സ്ട്രേറ്റ് ഡ്യൂട്ടിയാണ്. ശേഷം പോകുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ടൈം കൂടുതൽ കിട്ടും. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ക്ലാസ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 2 ക്ലാസ്സും കൂടി അഡീഷണൽ കിട്ടും. കാരണം 2 മണിക്ക് ശേഷം, ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഓഫീസിലേക്ക് പോകണ്ട. പിന്നെ സമയം കൂടുതലുണ്ട്. അല്ലെങ്കിൽ എനിക്ക് 6 മണി വരെ ഓഫീസിൽ ഇരിക്കണമായിരുന്നു. ഇപ്പൊ 2 മണിക്ക് ശേഷം വരണ്ട. അതുകൊണ്ട് ക്ലാസ്സുകൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളവർക്കും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്ലാസ്സുകൾ കൂടുതൽ ഉണ്ടാവുന്ന ഒരു സന്തോഷ വർത്തമാനം. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മുടെ സ്ഥിരമായ അഫർമേഷൻ എനിക്ക് കൂടുതലായിട്ട് വരും എന്ന് കൂടി അറിയിക്കുകയാണ്. എന്തായിരിക്കും അഫർമേഷൻ? സജീവ് സാർ എന്ന് പറഞ്ഞു നോക്കിയേ. എന്തായിരിക്കും? ഞാൻ ഓഫീസിൽ അധികം പോവാതിരിക്കുമ്പോൾ എന്റെ ഒരു അഫർമേഷൻ ഏതായിരിക്കും ഫലിക്കുക? സജീവ് സാറിനെ ഞാൻ സെലക്ട് ചെയ്ത് പറയാനുള്ള കാരണമുണ്ട് കേട്ടോ. പറഞ്ഞു നോക്ക് സാറേ. സാറേ ഒന്നുകൂടി പറയൂ സാർ. ഞാനിപ്പോ എനിക്ക് ഉച്ച വരെ ഉള്ളൂ ഇനി ഡ്യൂട്ടി. അതുകൊണ്ട് എനിക്ക് സമയം കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് എന്റെ കുറച്ച് ക്ലാസ്സുകൾ കൂടി കൂടുതൽ ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്റെ ഏത് അഫർമേഷൻ ആയിരിക്കും കൂടുതൽ ഫലമായി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് എന്നാ ചോദിച്ചത്. ടൈപ്പ് ചെയ്തോളൂ, നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ, ബാക്കിയുള്ള ടൈപ്പ് ചെയ്തോളൂ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. ഇതൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന അഫർമേഷൻ ഞാനും ചെയ്യുന്നുണ്ടാവില്ലേ? ഞാൻ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ട് അഫർമേഷനാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണം എങ്ങനെ വരും. അല്ല, അഫർമേഷൻ ആയിട്ട് തന്നെ എഴുതണം. അഫർമേഷൻ ആയിട്ട് തന്നെ എഴുതണം. മറ്റൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ഓൾവേസ് അഫർമേഷൻ. ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് സാധനം എടുക്കാനില്ല ടൈപ്പ് ചെയ്യാൻ. കൃത്യമായിട്ട് ഓക്കെ, വെരി ഗുഡ്. കാരണം നിങ്ങൾ മറ്റുള്ള സംസാരിച്ചത് ഭയങ്കര എഫ്കോ വരും വീഡിയോക്കകത്ത്. അതുകൊണ്ടാണ്. ഓക്കെ, അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ പറയാത്തോണ്ടാണ്. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അഫർമേഷൻ ഇതുവരെ സസ്പെൻസ് ആയിരിക്കട്ടെ. ഓക്കെ, ശരി. ഞാൻ പറഞ്ഞു വന്നത് കൂടുതൽ അഫർമേഷൻ ആയിട്ട് തന്നെ എഴുതണം. കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷത്തോടു കൂടി നിങ്ങൾ ഏവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിന് പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത് പ്യൂറായിട്ടും മനസ്സിലെ അല്ലെങ്കിൽ മനസ്സിന്റെ തലങ്ങളെ പറ്റിയിട്ടാണ് എന്നുള്ളതാണ്. എന്താണ്? മനസ്സിനെ കയ്യിലൊതുക്കാൻ ഒരു ടെക്നിക്ക് കൊണ്ട് പറ്റുമോ? ഒരുപാട് ടെക്നിക്കുകൾ. യെസ്, റൂബി എഴുതി, വളരെ കൃത്യമായി എഴുതിയത് തന്നെയാണ്. പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളല്ലോ. ഞാൻ നിത്യവും നിങ്ങളോട് പറയുന്നത് ഇത്. തിരിച്ച് നിങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ ആർക്കും മിണ്ടാട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഈ പഠിപ്പിക്കുന്നതിന്റെ വല്ല ഗുണമുണ്ടോ? ഒന്ന് ആലോചിച്ചോ. നിങ്ങൾ എല്ലാവരും എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ്, അല്ലേ? ഇവിടെ ഇല്ല 99% ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനമാണല്ലോ ഇത്. നിങ്ങൾ എത്രയോ ദിവസങ്ങളായി എന്റെ വീഡിയോ കാണുന്നതിലെല്ലാം ഈ ഒരു കണ്ടന്റ് ഉണ്ട്. എന്നിട്ട് ഞാനത് അങ്ങോട്ട് ചോദിച്ചു തന്നപ്പോ നിങ്ങൾക്ക് മറുപടി പറയാം. നിങ്ങൾക്ക് അത് ഓർമ്മയില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ അഫർമേഷൻ പഠിച്ചത്? എന്താണ് നിത്യജീവിതത്തിൽ നിങ്ങൾ പഠിച്ചു വെച്ചത്? ഇതോർക്കുക, എല്ലാ സമയത്തും എടുത്ത് ഉപയോഗിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ട സാധനമാണ് അഫർമേഷൻ. അല്ലാതെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഇതേ അഫർമേഷന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ഇന്ന് 145,000 ഒറ്റ വ്യൂസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ നിങ്ങൾ ഉണ്ടല്ലോ ഇതില്. എന്തുകൊണ്ടേ നിങ്ങൾ പറയാത്തത്? ഇത് നിങ്ങൾക്ക് വേണ്ടേ? വേണമായിരുന്നല്ലോ അല്ലേ? ഞാനത് അങ്ങോട്ട് പറഞ്ഞപ്പോ നിങ്ങൾ ഓർത്തില്ല. യഥാർത്ഥം ചിന്തിക്കണേ. പണം റൂബിയ പറഞ്ഞു, പിന്നെ ആരാ വേറൊരാൾ പറഞ്ഞത്? കറക്റ്റ്. യെസ്, ഫബീന, റൂബിയ വാസ് എക്സലന്റ്. രണ്ടുപേരും സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ. കാരണം ഇത് ശ്രദ്ധിക്കണം. ഇനിയിപ്പോ അത് കാര്യത്തിപ്പോ ഞാൻ വീണ്ടും പറയാവുന്ന കാര്യത്തിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ പോയി കാണുക. അഫർമേഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു. നമ്മൾ ഇവിടെ എടുത്ത വർക്ക് ഒരു ഇതാണ്. യൂട്യൂബിൽ അതിന്റെ ഒരു വീഡിയോ ഇന്നിട്ടിട്ടുണ്ട്. അതും പോയി ഒന്ന് കാണുക. അതുപോലെ അഫർമേഷൻ യൂട്യൂബിനകത്തുണ്ട്. ലിങ്ക് കൊടുക്കാം. അത് ഒന്ന് കണ്ടേക്കുക. രണ്ടാമത് നമ്മളിവിടെ ക്ലാസ് എടുത്താണ് ഈ വിഷയം. രണ്ടാമത്തെ ഒരു ഗുഡ് ന്യൂസ്, നമ്മുടെ അഫർമേഷന്റെ മാത്രമായിട്ടുള്ള പുസ്തകം നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും പബ്ലിഷ് ആവുന്നു.
അതിൽ പണവും എല്ലാ കാര്യങ്ങളും അടങ്ങിയ അഫർമേഷൻ ടോട്ടൽ ബുക്ക് ഉണ്ട്. തൃശ്ശൂർ പ്രോഗ്രാമിൽ നമ്മൾ അന്നാൾക്ക് ഔദ്യോഗികമായി അത് പബ്ലിഷ് ചെയ്യുന്നത്. അതിന് മുമ്പേ വേണ്ടവർ ഓർഡർ ചെയ്തോളൂ. തൃശ്ശൂർ പ്രോഗ്രാമിനാണ് 2 പുസ്തകവും നമ്മുടെ അഫർമേഷനും പിന്നെ ലോ ഓഫ് അട്രാക്ഷന്റെ പുസ്തകവും 2 പുസ്തകങ്ങള് തൃശ്ശൂർ പ്രോഗ്രാമിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും, ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നു. നല്ല കിടലും ബുക്കുകളായിരിക്കും. അതിലെല്ലാം ഇത്തരം അഫർമേഷൻ 108 അഫർമേഷൻ നമ്മളെല്ലാവരും വാങ്ങിച്ചിരുന്നല്ലോ PDF അല്ലെ, അതിന്റെ ഫുൾ വെർഷൻ ആണ്. അത് കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൽ ഫുൾ എങ്ങനെയാണ് ഈ അഫർമേഷൻ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഗുണങ്ങൾ ഒക്കെ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. മലയാളത്തിൽ തന്നെ എനിക്ക് തോന്നി ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടാവുന്നതൊന്നും. ഞാൻ വായിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. എനിക്കറിയില്ല, ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ഡെപ്ത് ആയിട്ട് അഫർമേഷനെ പറ്റി പറഞ്ഞ പുസ്തകം ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ മനസ്സിനെ പാകപ്പെടുന്ന, മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് ബന്ധപ്പെട്ടാണ്. കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന 1-2 ടെക്നിക്കുകളും പറഞ്ഞു തരാം. നിങ്ങൾക്ക് ദിവസവും മനസ്സിന് കൃത്യമായി മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതിനു മുമ്പ് ഹാപ്പി ന്യൂസ് കൂടി ഷെയർ ചെയ്യാം, എടുത്തിട്ട് പോകാം. ആർക്കാണ് ഹാപ്പി ന്യൂസ് പറയാനുള്ള പെട്ടെന്ന് പറഞ്ഞു, 10 മിനിറ്റ്. ആരാ നേരത്തെ പറഞ്ഞത്? അൺമ്യൂട്ട് ചെയ്തോ? ഞാൻ തൃശ്ശൂർ പ്രോഗ്രാമിന് വരാൻ വേണ്ടിട്ട് സാറിനോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എനിക്ക് കൂടെ ഒരാളെ കിട്ടണം. അപ്പൊ എനിക്ക് അഡ്മിന് 2 നമ്പർ തന്നു, ഒരേ വിളിച്ച് പരിചയപ്പെടുകയൊക്കെ ചെയ്ത ഒരു ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഞാൻ കൂടെ പോരും. എനിക്കത് വല്ലാത്തൊരു എന്താ പറയണ്ടേ എന്നുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഉത്തരാ കിട്ടിയത്. ആര് കൂടെ പോരും? ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തൃശ്ശൂരേക്ക് പോകാൻ വേണ്ടി ഒരാളെ പരിചയപ്പെട്ടിട്ട് പോരൊന്നുമില്ലെങ്കിൽ ഞാൻ കൂടെ പോരുന്നുണ്ട്. അതെനിക്കൊരു വല്ലാത്തൊരു കോരിത്തരിക്കുന്ന സന്തോഷം. അത് നിങ്ങളോട് അതേ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. സാർ എന്നോട് ഒരു ടെക്നിക് പറഞ്ഞിരുന്നൊക്കെ പറഞ്ഞു കേൾക്കേ. എനിക്കിത് പറഞ്ഞപ്പോ ഭയങ്കര ആഗ്രഹമുണ്ട് മനസ്സിൽ. തൃശ്ശൂര് കേട്ടേരെ ഒറ്റക്ക് വിടുകയല്ലോ എന്നുള്ളൊരു കാര്യമായിരുന്നു. അതിനൊരു തടസ്സമായിട്ട് എനിക്ക് തോന്നി. അതിപ്പോ കഴിഞ്ഞ ആഴ്ച സാറിനോട് ഞാൻ പറഞ്ഞപ്പോ അഡ്മിൻ 2 നമ്പർ തന്ന് പരിചയപ്പെട്ടു. വടകര ഉള്ള ഒരാളെ നമ്പറും കുറ്റിപ്പുറമുള്ള ഒരാളെ, കുറ്റിപ്പുറമുള്ള ആളെ വിളിച്ച് സംസാരിച്ച് വടകരയുള്ള ആളെ വിളിക്കണം എന്ന് വിചാരിച്ചു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അങ്ങനെ സാറിനോട് പറഞ്ഞു ഇങ്ങനെ നമ്പറൊക്കെ തന്നെ ഞാൻ വിളിച്ചിട്ട്. അപ്പൊ പറഞ്ഞ ഓരോന്നില്ലെങ്കിൽ ഞാൻ പോരുന്നുണ്ട്. അത് പോന്നാലും പോന്നിട്ടില്ലെങ്കിലും എനിക്കത് വല്ലാത്തൊരു സന്തോഷം. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കില്ല മറുപടി. താങ്ക് യു സർ. അടിപൊളി അടിപൊളി. ഇതാണ് അതുണ്ടാവും, അത് മാറ്റുണ്ടാവും. ദാറ്റ് ഈസ് ഷുവർ ആണ്. സന്തോഷം 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 സന്തോഷം. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം മനസ്സിനെ കയ്യിലൊതുക്കാൻ ഒരു ടെക്നിക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് പറയാനുള്ള കാര്യം ഞാൻ പറയണോ നിങ്ങളായിട്ട് ഇങ്ങോട്ട് ചെയ്യുന്നു? ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യൂ എന്ന് പറയണോ നിങ്ങളായിട്ട് അത് ചെയ്യുന്നു? നോക്കട്ടെ. പിള്ളേരൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര ഇംപ്രൂവ്ഡ് ആണെന്ന് ആരെ പറഞ്ഞേ? കുറവാന്ന്. യെസ്, എല്ലാവരും ടൈപ്പ് ചെയ്യട്ടെ. ഞാൻ ആരും നിർത്തുന്നില്ല. ഇന്ന് വെയിറ്റിംഗ് എല്ലാവർക്കും. ഇന്ന് സമയമുണ്ട്. ഇന്ന് പഠിപ്പിക്കുന്നത് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് യെസ്, എല്ലാവരും റൈറ്റ്. അപ്പോൾ ഐ എം ഹാപ്പി ആൻഡ് റെഡി. എങ്കിൽ ഒരു ചോദ്യം, ഒറ്റ ഉത്തരേ പറയാവൂ. 1 മണിക്കൂറിന് ഉത്തരം പറയരുത്. മനസ്സിനെ കയ്യിൽ ഒതുക്കാൻ നിങ്ങൾക്കൊരു ടെക്നിക്ക് വേണമോ വേണ്ടേ? നിങ്ങൾക്ക് വേണമെങ്കിൽ യെസ് പറയൂ, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയൂ. മനസ്സിനെ കയ്യിൽ ഒതുക്കാൻ ടെക്നിക്കാണ്. ഞാൻ അതിന് ആൻസർ പറയുന്നത് എന്തായിരിക്കും എന്നറിയോ? ഞാൻ ആൻസർ ഇവിടെ ഇരിക്കട്ടെ. ഞാൻ പറയും നോ എന്ന്. നിങ്ങളെല്ലാം എസ് പറയും, ഞാൻ നോ പറയും. സുധാകുമാരിയമ്മ ബുദ്ധിപൂർവ്വം നീങ്ങി. സാർ എന്തെങ്കിലും ഒരു കാരണം വെച്ചിട്ടായിരിക്കും നോ പറഞ്ഞത്, അതുകൊണ്ട് ഞാനും നോ പറയുന്നു. യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം. അപ്പൊ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലേ? അപ്പൊ ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിൽ, നമ്മുടെ മനസ്സിൽ ഇല്ലാതാണോ നിങ്ങൾ പറഞ്ഞത്? ഇല്ലെങ്കിൽ കറക്റ്റ്, ഉണ്ട്. എല്ലാവരുടെ കയ്യിലും അവരവരുടെ മനസ്സുണ്ട്. ഇല്ലാത്തവരാരെവിടെ ഉണ്ട്? എന്റെ മനസ്സ് എന്റെ കയ്യിലില്ല. ഞാൻ ഇന്നലെ പണയം വെച്ചു, അല്ലെങ്കിൽ ബാങ്കിൽ ലോൺ അടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇത് കൊണ്ടുപോയി അടച്ചു. അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് ഞാൻ ഇന്നലെ എഴുതി കൊടുത്തു, ഭാര്യയ്ക്ക് എഴുതി കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ അടുത്ത കടയിൽ
കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, നാളെ പോയി എടുത്തോളാം. യെസ്, അവിടെ മാത്രമാണ് വിഷയം അല്ലെ. ഫുൾ കൺട്രോൾ ഈ സാധനത്തിന് ഇല്ല. അത് മാത്രമാണ് വിഷയം. കയ്യിലുണ്ട്, ചില സമയത്ത് പറന്നു പോകും. പക്ഷിയെ പോലെ ചില സമയത്ത് പറന്നു പോകും. അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അതാണ് വിഷയം, അതല്ലേ വിഷയം. അപ്പൊ യഥാർത്ഥത്തിൽ മനസ്സ് നമ്മുടെ കയ്യിലില്ലാത്തതല്ല വിഷയം. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നിങ്ങളോട് കയ്യിലുണ്ടോ എന്ന് വേണോ, ടെക്നിക്ക് വേണോ വെച്ചാൽ വേണമെന്ന് പറഞ്ഞു, കയ്യിലുണ്ടോ വെച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അറിയാം, വേണ്ടത് സ്ഥിരതയാണ് അല്ലെ. കൃത്യമായ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിലില്ലാത്തതാണ്. ഇടക്കിടക്ക് കയ്യിൽ നിന്ന് പോകുന്നു എന്ന് പറയുന്ന സാധനം. അപ്പൊ നമുക്ക് ഇടക്കിടക്ക് കയ്യിൽ നിന്ന് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന സാധനം കിട്ടിയാൽ പോരെ? ഫുൾ ടൈം വേണോ? അല്ല ഇടക്കിടക്ക് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന സാധനം വേണോ? ഇടക്കിടക്ക് പോകുമ്പോൾ ഉപയോഗിക്കേണ്ടതാണെങ്കിൽ 1 ടൈപ്പ് ചെയ്യുക, സ്ഥിരമായിട്ട് വേണമെങ്കിൽ 2 ടൈപ്പ് ചെയ്യുക. ഇത് ഏതാ വേണ്ടത്? സ്ഥിരമായിട്ട് വേണമെങ്കിൽ 2 ടൈപ്പ്, ഇടക്കിടക്ക് വേണമെങ്കിൽ 1. ഇവിടെ വരട്ടെ, ഇവിടെയാണ് ടെക്നിക്ക് ഇരിക്കുന്നത്. എത്ര പേർക്ക് ഞാൻ ഈ സൂമിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോണ്. അതായത് നിങ്ങൾക്ക് അറിയാലോ, ഇതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്, ഗ്രൂപ്പ് മാറ്റുക, ചേഞ്ച്, ബ്രേക്ക്ഔട്ട് റൂം എന്ന് പറഞ്ഞിട്ട്. ഈ 1 പറഞ്ഞവരെല്ലാം ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നു, 2 പറഞ്ഞവരെ വേറെ സ്ഥലത്ത് വെക്കുന്നു. ഇതിലേതിലേക്ക് നിങ്ങൾക്ക് ആവശ്യം വരിക? 1 എന്ന് പറഞ്ഞവരെ ഞാൻ ഒരു സ്ഥലത്തേക്ക് മാറ്റും, 2 എന്ന് പറഞ്ഞവർ മറ്റു സ്ഥലത്ത്, എന്നിട്ട് 1 എന്ന് പറഞ്ഞവരെ മുഴുവൻ ഞാൻ പുറത്താക്കും, 2 എന്ന് പറഞ്ഞവർക്ക് മാത്രം ഞാൻ ക്ലാസ് എടുക്കും. ഇനി പറഞ്ഞു 2 വേണോ? ഇവിടെ പറഞ്ഞ ബിരുദന്മാരുണ്ട് 1 മതിയെന്ന്, ചിലപ്പോ മാത്രം മതി എന്നല്ലേ. എനിക്ക് പോകുമ്പോൾ മാത്രം മതി, എല്ലാ സമയത്തൊക്കെ ഞാൻ പെർഫെക്റ്റ് ആണല്ലോ അല്ലെ. അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈപ്പ് ചെയ്ത് തന്നെ 2. കാരണം നമുക്ക് എപ്പോഴും ആവശ്യം ഇടയ്ക്കിടയ്ക്ക് പോവുള്ളൂ എങ്കിലും ഒരു പെർമനന്റ് സൊല്യൂഷനാണ് നമുക്ക് ആവശ്യം. അങ്ങനെയാണെങ്കിൽ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ പെർമനന്റ് സൊല്യൂഷൻ പറ്റുമോ? ഫുൾ ചോദ്യങ്ങളാണ് ഇന്നത്തെ ദിവസം അല്ലെ. ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ പെർമനന്റ് സൊല്യൂഷൻ ആകുമോ? പറ്റുമോ? പറ്റില്ല. അപ്പൊ ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞാൽ പോരാന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ ക്ലാസ്സിൽ ആദ്യം തന്നെ ക്യാപ്ഷൻ തെറ്റി, ക്യാപ്ഷൻ മാറ്റി. ഒരു ടെക്നിക്ക് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ തന്നെ തിരുത്തി അല്ലെ. ഞാൻ പറയുന്നു ടെക്നിക്കുകൾ എന്നാക്കി മാറ്റും. നമുക്ക് ഒരു ടെക്നിക്ക് എന്നാണോ ഇട്ടിരിക്കുന്നതിനകത്ത്? നല്ല ടെക്നിക്ക് എന്ന് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. മനസ്സിനെ കയ്യിൽ ഒതുക്കാൻ ഒരു ടെക്നിക്ക്. അപ്പൊ ഒരു ടെക്നിക്കല്ല, കുറച്ച് ടെക്നിക്കുകൾ പറഞ്ഞു തരുന്നത് പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ, മനസ്സിനെ നമ്മുടെ കയ്യിൽ ഒതുക്കാൻ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതല്ല. നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷെ ചില സമയത്ത് അത് പറന്നു പോകുന്നു എന്നുള്ളതാണ്, അത് കൈവിട്ടു പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? അല്ലെങ്കിൽ എന്താണ് അതിന്റെ കോസ്, എന്താണ് അതിന്റെ കാര്യകാരണം, എന്താണ്? ഇത് മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ഒരു ടെക്നിക്കാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്റെ മനസ്സ് കൈവിട്ടു പോകുന്നു എന്ന് കൃത്യമായി മനസ്സിലാവണം. അല്ലെങ്കിൽ ഏത് സമയത്ത് എവിടെ വെച്ച് ഇത് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എന്റെ മനസ്സ് കൈവിട്ടു പോയി എന്ന് എനിക്ക് എപ്പോഴാണോ മനസ്സിലാവുന്നത്, അപ്പോൾ മാത്രമേ ഈ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ആ സമയത്ത് പോയി എന്ന ബോധം നമുക്ക് വരണം. പലപ്പോഴും യഥാർത്ഥത്തിൽ അങ്ങനെയാണോ നമുക്ക് സംഭവിക്കുന്നുള്ളത്? നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്? ഒന്ന് ആൻസർ ചെയ്ത് നോക്കി. നമ്മൾ കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ഇതേ പോകുന്നു എന്ന് മനസ്സിലാവുന്നോ, പോയി കഴിഞ്ഞിട്ടാണോ മനസ്സിലാവുന്നത്? പോയി കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. പോകുമ്പോ മനസ്സിലാവുന്നല്ലോ എന്റെ കയ്യിൽ ദേഷ്യം വരുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ദേഷ്യം പൊട്ടിയതിന് ശേഷമാണ് ഇത് ദേഷ്യമായി പോയത്, ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് ദേഷ്യം വന്നതിന് ശേഷമാണ്. അല്ലെങ്കിൽ ഒരാളോട് ഒരു കാര്യം, ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അയ്യോ ഇത് പറയണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ എന്താ ആരവിടെ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളെ പറഞ്ഞ് വേദനിച്ച് നമ്മൾ കരഞ്ഞതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനിപ്പോ ഞാൻ കരയണത്, എന്റെ മനസ്സിന് എന്തിനാണ് എന്റെ കൈ വിട്ടു പോയത് എന്ന് മനസ്സിലായി. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിഷയം കിടക്കുന്നത് നമുക്കിത് കൈവിട്ടു പോകുന്നത് അറിയുന്നില്ല. അങ്ങനെ വരികിൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള, ആദ്യം പറഞ്ഞ രണ്ടാമത് പറഞ്ഞ് സ്ഥിരമായിട്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന പ്രാക്ടീസുകളാണ് ആവശ്യം.
മറ്റേ പ്രാക്ടീസ്, അതുകൊണ്ട് ഞാൻ ഇന്ന് 2 പ്രാക്ടീസും പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഒന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൈവിട്ട് പോകുമ്പോൾ ചെയ്യാനുള്ളതും മറ്റൊന്ന് കൈവിട്ട് പോകാതിരിക്കാനുമുള്ളതാണ്. കൈവിട്ട് പോകാനിരിക്കാനുള്ളത് ആദ്യം പഠിക്കുക, കൈവിട്ട് പോകുമ്പോൾ ചെയ്യാനുള്ളത് രണ്ടാമതും പഠിക്കുക. കാരണം ഇത് രണ്ടും മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് നമ്മളെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇത് ടെക്നിക്കുകൾ പലപ്പോഴും ഇപ്പോൾ കമന്റ് ബോക്സിൽ തന്നെ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് എന്തൊക്കെ ചെയ്യുന്ന ടെക്നിക്കുകളൊക്കെ ആൾക്കാർക്ക് അറിയും, പക്ഷെ ചെയ്യില്ല എന്ന് തീരുമാനിച്ചിറങ്ങിയാൽ അവന് ഒന്നും പ്രതിവിധിയുമില്ല. ഞാനിത് ചെയ്യില്ല എന്നുള്ളത്. ഓക്കെ, ഇനി ഇപ്പൊ ചോദിച്ചൊരു ചോദ്യം, ഗീത ചോദിച്ച ചോദ്യം ഉത്തരം ഇപ്പൊ തന്നെ പറഞ്ഞു പോകണമല്ലോ. മനസ്സിനെ നമുക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന ചോദ്യം. അത് നിയന്ത്രിക്കാൻ ഒരു കുതിരയല്ല, അതിന് കടിഞ്ഞാൺ ഇടാനും ശ്രമിക്കരുത്. പക്ഷെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കുകയല്ല വേണ്ടത്, മനസ്സിനെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം കൊണ്ടുപോകാൻ ട്രെയിനിങ് കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഒലിച്ചു പോകുന്ന വെള്ളത്തെ നമ്മൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കണമെങ്കിൽ ഒഴുക്കിന് തടയുകയാണോ ചെയ്യുന്നത്, പുതിയ വഴി വെട്ടിക്കൊടുക്കുകയാണോ ചെയ്യുക? ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളത്തെ നമ്മളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ എടുക്കണമെങ്കിൽ നമ്മൾ ആ വെള്ളത്തിനെ തടകെട്ടി നിർത്തുമോ, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിടത്തേക്ക് വഴി തെളിച്ച് വിടുമോ, വഴി വെട്ടി വിടുമോ? ഏതാണ് ചെയ്യുക നമ്മൾ? രണ്ടാമത്താണെങ്കിൽ 2 എന്ന് പറയും, ഒന്നാമത്താണെങ്കിൽ 1 എന്ന് പറയും. പുതിയ വഴി വെട്ടി വെക്കും അല്ലെ? എങ്ങോട്ടാണോ ഇത് പോകേണ്ടത് അതിന്റെ വഴി വെട്ടി വെച്ചാൽ മതിയല്ലോ, പിന്നെ നമുക്ക് ഒരു പണിയുമില്ല, അത് ഓട്ടോമാറ്റിക് നടന്നോളും അല്ലേ? ഇത് മനസ്സിലാക്കുന്നിടത്താണ് കാര്യം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ, ധ്യാനം ചെയ്യുന്നുണ്ടോ, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ട് എന്താണ് എനിക്ക് നേടേണ്ടത് എന്നറിയാത്തവൻ ഇത് ചെയ്തിട്ട് എന്താ കാര്യം? പുതിയ വഴി വെട്ടിവെക്കാതെ അതിനോട് പോകാൻ പറഞ്ഞാൽ നടക്കുമോ? ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി പറയാം. ഇപ്പൊ ഗീത ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി എന്നതിൽ പറയാം, മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതല്ല നമ്മുടെ ടാസ്ക്. അതിലല്ല ചിന്തിക്കണം. കാരണം മനസ്സിലെ ചിന്തകൾ ഒരു ദിവസം 60,000 മുതൽ 70,000 വരെ ചിന്തകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇതിനെ നിർത്താൻ നമുക്ക് പറ്റില്ല, പാടില്ല എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. അതാണ് അതിന്റെ പ്രവർത്തനം. പക്ഷേ അത് എന്ത് ചിന്തകളായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് നമ്മളെ. ചിന്തിച്ചോട്ടെ, എനിക്ക് ആവശ്യമുള്ളത് ചിന്തിച്ചാൽ മതിയല്ലോ. എനിക്ക് ആവശ്യമില്ലാത്ത ചിന്തിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് വിഷയം. നമുക്ക് മനസ്സിനെ പറ്റിയിട്ട് വ്യാകുലമാകുന്നത് എപ്പോഴാണ്? നമ്മൾ അനാവശ്യമായ ചിന്തകൾ കടന്നു വരുമ്പോൾ മാത്രമല്ലേ നമ്മൾ വ്യാകുലപ്പെടുന്നുള്ളൂ. നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ വ്യാകുലപ്പെടുമോ? ഒരിക്കലും പെടില്ല അല്ലെ? അങ്ങനെ സാധ്യതയില്ല. അത് നമുക്ക് ഇഷ്ടമായിരിക്കും. ഇഷ്ടമുള്ള ഒരാളെ പറ്റി എത്ര ഓർക്കുമ്പോഴും ഇഷ്ടം കൂടുവോ കുറയൂ? ഇഷ്ടം കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇഷ്ടമല്ലാത്ത ഒരാളെ പറ്റി ഓർക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ദേഷ്യം കൂടിക്കൊണ്ടേയിരിക്കും. ഇത്രയും ലളിതമാണ് പരിപാടി, ഇത്രയും ലളിതമാണ്. അപ്പോൾ നമ്മളുടെ ആവശ്യം എന്താണെന്ന് തീരുമാനിക്കുന്നിടത്താണ് മാറ്റമുണ്ട്. എനിക്ക് നന്നാവണം എന്ന് തീരുമാനിച്ചവന് നന്നാവാം. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന് ശില്പിയും നിർമ്മാതാവുമാണെന്ന് ഞാൻ സ്ഥിരം പറയുന്നത് അതുകൊണ്ടാണ്. കാരണം എനിക്ക് മാറ്റം ഉണ്ടാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സാധ്യമാണ്, ഇല്ലെങ്കിൽ പറ്റില്ല. തീരുമാനം അവനവന്റേത് മാത്രമാണ്. ഡു യു അഗ്രി വിത്ത് ദാറ്റ്? അഗ്രി ആണെന്ന് ഒന്ന് പറഞ്ഞേ. നമ്മൾ മാറേണ്ടത് നമ്മുടെ തന്നെ തീരുമാനത്തിന് മാത്രമാണെന്ന് എഗ്രി ചെയ്യുന്നവർ എത്ര പേരുണ്ട്? പലരും പറയുന്നുണ്ട്, അല്ല സാറേ ഞാനല്ല മാറേണ്ടത്, എന്റെ വീട്ടുകാരാണ് മാറേണ്ടതെന്ന് പറയുന്നവരുണ്ടാവും. അവരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അതേ ചിന്തയിൽ നിന്നാൽ ഒരിക്കലും മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മളാണ് മാറേണ്ടത്. കാര്യങ്ങൾ ഒന്നുകൂടി ഷോർട്ടാക്കി പറയാം. അത് പറഞ്ഞപ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അഡ്മിന്മാരെ ശ്രദ്ധയ്ക്ക്, ഈ മാസം നമുക്ക് തുടങ്ങാനുള്ള കോഴ്സുകളൊന്ന് പേര് പെട്ടെന്ന് ടൈപ്പ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല ഏതൊക്കെ ക്ലാസ്സുകളാണ് ഇപ്പോൾ ഉള്ളതെന്ന്. പിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, തൃശ്ശൂർ പ്രോഗ്രാം ഇപ്പോ നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ തന്നെ ബുക്കിംഗ് 50% കവർ ചെയ്തിരിക്കുന്നു എന്നുള്ള ഹാപ്പി ന്യൂസ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാണ്. നമ്മൾ ഇപ്രാവശ്യം വെക്കുന്ന വലിയ ഹോളാണെന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലിയ സ്ഥലം സെലക്ട് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകാനുള്ള വണ്ടി അടക്കം, ട്രാൻസ്പോർട്ട് അടക്കം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ 50% സീറ്റ് ഫുള്ളായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളുക. 50% പേയ്മെന്റ് അടച്ചിട്ട് സീറ്റ് കൺഫേം ചെയ്തോളുക. അത് വളരെ നിർബന്ധമാണ്, സീറ്റ് കൺഫേം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഒരുപാട് പണികളുണ്ട്. അതുപോലെ തന്നെ അവസാന നിമിഷത്തേക്ക് ആരും കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ അവസാന നിമിഷ തീരുമാനത്തിലേക്ക് എത്തരുത്. കാരണം ഇപ്രാവശ്യം മുതൽ നമ്മൾ 5 ദിവസം മുമ്പേ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. പിന്നെ അഡ്മിഷൻ എടുക്കുകയില്ല. അത് എത്ര ആളായാലും മതി, അഡ്മിഷൻ എടുക്കില്ല. കാരണം അതിനുശേഷം ചെയ്യേണ്ട കുറേ പരിപാടികൾ നമുക്ക്
ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. സീറ്റ് അറേഞ്ച്മെന്റ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയാ അതിനനുസരിച്ച് കുറേ സാധനങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാനുണ്ട്. ഇപ്രാവശ്യം ഒരു കിഡിലിൻ ടെക്നിക്കുമായിട്ടാണ് വരുന്നത്. അത് നിങ്ങൾക്ക് തരണം. അവിടുന്ന് ടെക്നിക്ക് തരിക മാത്രമല്ല, അതിന്റെ ഒരു സാധനമുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി വെക്കാനുള്ള ഒരു സാധനമുണ്ട്. അത് ഞാൻ അറേഞ്ച് ചെയ്യണം. അതിന് എനിക്കൊരു 10 ദിവസത്തേക്ക് സമയം വേണം അത് നമുക്ക് എത്തിക്കാനായിട്ട്. അപ്പൊ 10 ദിവസം മുമ്പേ അഡ്വാൻസ് പേയ്മെന്റ് കിട്ടിയ ആളെ കൺഫേം ആവാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ആ സാധനം തരാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധനം ഇപ്രാവശ്യം കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് മിനിമം 10 ദിവസം മുമ്പെങ്കിലും എനിക്ക് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യണം. പിന്നെ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയ സാധനം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൾക്കാർ കൺഫേം ചെയ്യുക. 50% അടക്കാതെ സീറ്റ് കൺഫേം ആവില്ല. അത് നമുക്ക് അതിനനുസരിച്ച് വേണം ഹോട്ടൽ കൺഫർമേഷൻ കൊടുക്കാൻ. ഇപ്രാവശ്യം 5 സ്റ്റാർ ഹോട്ടലിലാണ് എന്നുള്ള ഹാപ്പി ന്യൂസും കൂടി പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറെ നടപടിക്രമങ്ങൾ ഉണ്ടാവും, സാധാരണ ഹോട്ടലല്ല. ഓക്കെ, ഇനി രണ്ടാമത് പറയാനുള്ളത് ഒരു വളരെ വലിയ ഹാപ്പി ന്യൂസ്. കോച്ച് ദ കോച്ച് പ്രോഗ്രാം അല്ലെ, എല്ലാ ദിവസവും ഇനിയിപ്പോ ഞാൻ തന്നെ ഇവിടെ കോച്ചിങ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു സുഖമുണ്ട്. ഇടയ്ക്ക് നമുക്ക് വേറെ ആൾക്കാരൊക്കെ ടേസ്റ്റ് ചെയ്യണ്ടേ. അതുകൊണ്ട് മാത്രമല്ല, ഞാൻ ഈ ചെയ്യുന്ന ക്ലാസ്സുകൾ ഒരുപാട് ആൾക്കാരിൽ എത്തിക്കണം. ഇതുപോലുള്ള കോൺസെപ്റ്റ് ഒരുപാട് ആൾക്കാരിൽ എത്തിക്കണമെന്നും മറ്റുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവിതമാർഗം അല്ലെങ്കിൽ അവരുടെ പാഷനും ഒക്കെ കണ്ടെത്താൻ സഹായിക്കണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കോച്ച് ദ കോച്ച് പ്രോഗ്രാം നമ്മൾ ഔദ്യോഗികമായി ഇന്ന് തുടങ്ങുകയാണ്. ഇതുവരെ ഞാൻ ഒഫീഷ്യലായിട്ട് തുടങ്ങിയിട്ടില്ല. ഇതിൽ കുറെ ആൾക്കാർ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇന്ന് മുതൽ ഔദ്യോഗികമായി തുടങ്ങുകയാണ്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. അഡ്മിനെ വിളിച്ചാൽ മതി, ജോയിൻ ചെയ്യാം. ആദ്യത്തെ 4 ഫേസുകളായിട്ടാണ് കോച്ച് ദ കോച്ച് പ്രോഗ്രാം പോകുന്നത്. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇപ്പൊ ഞാൻ എന്തൊക്കെയാണോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, ഏതൊക്കെ പേരിൽ അറിയപ്പെട്ടിട്ടാണോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, ഇതെല്ലാം അവരെയും ഞാൻ പ്രാക്ടീസ് ചെയ്ത് എടുപ്പിക്കും. അങ്ങനെയുള്ള കംപ്രസീവ് മെത്തേഡ്സ് ആണ് നമ്മുടെ ഒരു എന്താ പറയാ ഇതിനകത്ത് ഈവൻ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിക്കുന്ന കോഴ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക്, പാഷനേറ്റ് ആയ ആൾക്കാർക്ക്, കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാർക്ക് മാത്രം കയറി വരാം എന്നറിയിക്കാൻ. പിന്നെ നമ്മളിപ്പോ നമ്മുടെ 2020 മെഡിറ്റേഷൻ ഓൺഗോയിങ് ആണ്. ഇന്നലെ തുടങ്ങി, ഇന്നും നാളെയും 3 ദിവസം അത് ഉണ്ടാവും. ഇന്നലെയും അമേസിംഗ് ആയിരുന്നു. ഇനിയിപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ 7 എലിമെന്റ്സ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഈവനിങ് മെഡിറ്റേഷൻ നമ്മൾ അത് കഴിഞ്ഞ് 7 എലിമെന്റ്സ്, അത് കഴിഞ്ഞ് 7 ചക്രാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നു. തീരുമാനിച്ച 3-ാം തീയതി നമ്മൾ കുറെ കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒപ്പനൊപ്പോ മെഡിറ്റേഷൻ തുടങ്ങുകയാണ്. ചെറുപ്പകാലത്തെ നമ്മുടെ അതായത് മെന്റലി ആയിട്ടുള്ള ബ്ലോക്കേജുകളെ, നമ്മളെ പിടിച്ചു കെട്ടി നിൽക്കുന്ന ബ്ലോക്കേജുകളെ റിമൂവ് ചെയ്യാൻ, ഫോർഗീവ്നെസ് തെറാപ്പിയിലൂടെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടെക്നിക്കാണ് ഒപ്പനൊപ്പോ എന്ന് പറയുന്നത്. അത് 3-ാം തീയതി സ്റ്റാർട്ട്, 3-ാം തീയതി 5-ാം തീയതി ആണ് ഡേറ്റ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെറിയൊരു ഫീസ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. 3 ദിവസത്തെ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്നവർക്ക് ഒപ്പനൊപ്പോ ജോയിൻ ചെയ്തോളൂ. പിന്നെ ബിസിനസ് വെബിനാറുകൾ എല്ലാ ആഴ്ചയും, എല്ലാ സൺഡേ ബിസിനസ് വെബിനാർ ഉണ്ടാവും. ഇപ്പൊ ബിസിനസ് നമുക്ക് അറിയാമല്ലോ, നിങ്ങൾ പറഞ്ഞു ബിസിനസ്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിന്റെ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. ചാനൽ കയറിക്കോളൂ. അതിന് കുറെ ടെക്നിക്കുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലെ ബിസിനസ്സുകാർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു ടെക്നിക്ക് പഠിപ്പിച്ചിരുന്നു. അതിന്റെ റിസൾട്ട് ഒക്കെ താഴെ എഴുതി കണ്ടു. സോ ഭയങ്കര റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ അത് നല്ലതായിട്ട് 7 ടെക്നിക്സ് ഉണ്ടല്ലോ. 7 ടെക്നിക്സ് നമുക്ക് 5-ാം തീയതി 6-ാം തീയതിയാണ് തുടങ്ങുന്നത്. 5-ാം തീയതി 6-ാം തീയതി 7 ടെക്നിക്സ് തുടങ്ങുന്നുണ്ട്. അഡ്മിൻ തന്നിട്ടുണ്ട് നമ്പർ. 10 ഡേയ്സ് മിറാക്കിൾ ടെക്നിക്സും അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ തുടങ്ങുന്നുണ്ട്. മണി ടെക്നിക്സ് ഇപ്പോഴുള്ള ബാച്ച് 2-3 ക്ലാസ്സും കൂടി കഴിയുമ്പോൾ സീക്രട്ട് ഓഫ് മണി കഴിയും. അതും തുടങ്ങുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് വന്ന് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നോക്കുക. ഓക്കെ, താങ്ക് യു. കാരണം ഇത് കുറെ സമയം പോകും. അഡ്മിൻ നമ്പർ എടുക്കുക, വിളിച്ച് സംസാരിക്കുക. മെഡിറ്റേഷന് ചെയ്യുന്നവര് ഒപ്പനൊപ്പനോ ടൈം നൈറ്റ് തന്നെ ആയിരിക്കും. സെയിം ടൈമിന് 10 മണി തൊട്ട് 11 മണി വരെ ആയിരിക്കും. അത് എനിക്ക് തോന്നുന്നത് ഈ 2020 കഴിഞ്ഞ ഉടനെ തന്നെ അതായിരിക്കും. അത് കഴിഞ്ഞിട്ടേ പിന്നെ 7 എലിമെന്റ്സ് തുടങ്ങുള്ളൂ. കാരണം ആ സമയം എനിക്ക് അപ്പോഴേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് മുമ്പേ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ചേരുന്നവരോട് ചോദിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ടൈം വേണമെങ്കിൽ വേറെ ടൈം നമുക്ക് എടുക്കാം. പക്ഷെ 10 മണിയായിരിക്കും കൺവീനിയന്റ് ടൈം തോന്നുന്നു. 10 തൊട്ട് 11 മണി വരെ കൺവീനിയന്റ് ടൈം ആയിരിക്കും തോന്നുന്നു എനിക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യാം. എന്തായാലും ഒന്നും കൂടി ജോയിൻ ചെയ്യുന്നവർ, ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. എന്നിട്ട് പറഞ്ഞാൽ മതി. ചെറിയൊരു ഫീസ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. ഓക്കെ, ശരി. കറക്റ്റ്. ഇത്ര ആയല്ലോ. എവറിഥിങ് സെറ്റ്. അപ്പൊ നമുക്ക് മനസ്സിനെ എങ്ങനെ വരുതിയിൽ നിർത്താം എന്നതിനെ പറ്റിയിട്ട് ഇതേക്കാം. ഓക്കെ, ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. ഒപ്പനൊപ്പന്റെ ഫീസ് എത്രയാ? 666 രൂപ മാത്രമാണ് ഒപ്പനൊപ്പന്റെ ഫീസ്. അത് വേറൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. മാർച്ച് മാസം മുതൽ എല്ലാ കോഴ്സുകളും നമ്മൾ എടുക്കുമ്പോൾ ഇൻക്ലൂഡിങ് GST കൂടി ആഡ് ചെയ്തിട്ടാണ് കോഴ്സ് വരുന്നുള്ളത്.
എല്ലാ കോഴ്സിന്റെ കൂടെയും GST ഉണ്ടാവും. അപ്പൊ GST നിങ്ങൾ ക്ലെയിം ചെയ്യുന്നവർക്കാണെങ്കിൽ പറയാ, നമ്മൾ ബില്ല് നിങ്ങൾക്ക് അയച്ചു തരും, GST ക്ലെയിം ചെയ്തോളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചില ബാച്ച് അതിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡിങ് GST എഴുതി വരും, മറ്റത് എക്സ്ക്ലൂഡിങ് GST ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് 1000 രൂപയുടെ താഴെയുള്ള കോഴ്സുകൾക്കെല്ലാം GST ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. 1000-ന് മുകളിലുള്ളത് എക്സ്ട്രാ GST ആയിരിക്കും എന്ന് അറിയിക്കുന്നു. ബാക്കി നോക്കാം, നമുക്ക് അതിന് ചില സമയത്ത് ഓഫർ ഇടാൻ പറ്റുമോ, ഓഫർ ഇട്ട് തരാം. പക്ഷെ GST കമ്പൽസറി ആണ്, നമ്മൾ എല്ലാ പോസ്റ്ററിലും GST ഉണ്ടാവും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് തയ്യാറാവാം, കാര്യങ്ങൾ മനസ്സിലാക്കാം. നോക്കൂ, മനസ്സിനെ നമ്മുടെ മനസ്സ് പാകപ്പെടുന്നത്, മനസ്സിൽ നമുക്ക് വിഷയങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സ് കൈവിട്ടു പോകുന്ന സിറ്റുവേഷനെ പറ്റി നിങ്ങൾ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. ഏത് സിറ്റുവേഷനിലാണ് നമുക്ക് മനസ്സ് കൈവിട്ടു പോകുന്നത് എന്നത്. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണോ നമുക്ക് മനസ്സിന്റെ കൺട്രോൾ വിട്ടു പോകുന്നത്, അല്ല നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്ന മറ്റൊരു സാഹചര്യത്തിലോ മറ്റൊരാൾ നമ്മളോട് പറയുന്ന വാക്കുകളിലോ ആണോ നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമാവുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതിൽ ഏതായിരിക്കും കൂടുതലായിട്ട് സംഭവിക്കുക? നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴാണോ മനസ്സ് ഇങ്ങനെ വിട്ടുപോകുന്നത്, അല്ല ആരെങ്കിലും നിങ്ങളെ അതിലേക്ക് കൊണ്ടെത്തിക്കുകയാണോ ചെയ്യുന്നത്? ആരെങ്കിലും പറയുന്ന വാക്കുകളോ പ്രവൃത്തികളോ മുഖാന്തിരമായിരിക്കുമോ നമ്മുടെ മനസ്സ് കൺട്രോൾ വിടുന്നത്, അല്ല വെറുതെ നമ്മൾ ഇരിക്കുമ്പോൾ ആയിരിക്കും? ആരെങ്കിലും നമ്മളെ ട്രിഗർ ചെയ്യുമ്പോൾ ആയിരിക്കും, അല്ലെ? ആണെങ്കിൽ 2 ടൈപ്പ് ചെയ്തു. ആരെങ്കിലും നമ്മളെ ട്രിഗർ ചെയ്യുകയാണെങ്കിൽ 2 ടൈപ്പ് ചെയ്തോ. യൂട്യൂബ് വീഡിയോ കാണുന്നവർ പൂർണ്ണമായിട്ട് തന്നെ എഴുതാണെങ്കിൽ 2 ടൈപ്പ് ചെയ്തേക്കട്ടെ, അവിടെ സമയം കളയണം, കുറച്ച് എഴുതിക്കോളൂ. നിങ്ങൾ യൂട്യൂബ് കാണുന്നവരുടെ ചിലരുടെ വാക്കുകൾ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മനസ്സിനെ വരുതിയിലാക്കേണ്ട 7 കാര്യങ്ങളെ പറ്റിയിട്ട് പറയണം. ഈ 7 കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. നമ്മുടെ മനസ്സിനെ എപ്പോഴാണ് ട്രിഗർ ചെയ്യപ്പെട്ടത് ഈ 7 എന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, 1ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. 1ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് നെഗറ്റീവ് വ്യക്തികൾ, സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് ഞാൻ ഇന്ന് പറയുന്നു. നെഗറ്റീവ് വ്യക്തികളെ, സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ 2ാമത്തെ കാര്യം കണക്ട് ആയല്ലോ. നമ്മളെ ട്രിഗർ ചെയ്യിപ്പിക്കുന്നത്, നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ നഷ്ടപ്പെടുത്തുന്നത്, ഏറ്റവും കൂടുതൽ ദേഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക എന്ന് വെച്ചാൽ അവർ നമുക്ക് നെഗറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലേ, അതുകൊണ്ടല്ലേ നമുക്ക് പറ്റുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ, വ്യക്തികളെ ഒഴിവാക്കുക എന്നുള്ളത്. ഇതെങ്ങനെ ഒഴിവാക്കാമെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് അതെങ്ങനെ ഒഴിവാക്കും, പെട്ടെന്ന് അറിയാതെ വന്നു പോകുന്ന സാഹചര്യങ്ങളാണ് എങ്ങനെ ഒഴിവാക്കാം, അതിന് വേറെ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുതരാം. ഇത് എഗ്രി ആണല്ലോ നിങ്ങൾ? അത്തരം വ്യക്തികളെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? പേഴ്സണലായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ, വീട്ടിലാണ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല, സാഹചര്യത്തെ ഒഴിവാക്കാൻ പറ്റില്ല. അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ സാഹചര്യം ഇങ്ങനെയാണ്, ഈ വ്യക്തികൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കലാണ് 1ാമത്തെ ഘടകം. ഇതിനെ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ഇത് വളരെ കൃത്യമായി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വരുമ്പോൾ ഇങ്ങനെയാണെന്നുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടും എന്നെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്റെ ക്ലാസ്സിൽ വന്ന് ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വരുമ്പോൾ പുഞ്ചിരിക്കാനുള്ള വകുപ്പ് അവിടെ ഉണ്ടാവും എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ചിരിക്കാൻ തയ്യാറായിട്ട് വരും. ഇവിടെ എത്ര മസിൽ പിടിച്ചാലും നിങ്ങൾ ചിരിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. അതെങ്ങനെയാ? നിങ്ങൾ തന്നെ മനസ്സിലാക്കിയതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ഒരാൾക്ക് ഞാൻ പറയുന്ന അത്ര കണ്ട് ചിരിക്കാൻ പറ്റുമോ? ഇല്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോ ഇത് കൃത്യമായിട്ടും നമ്മൾ ആ സാഹചര്യത്തെ മനസ്സിലാക്കിയാൽ മതി. സാഹചര്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ഇപ്പൊ ഒരാൾ ചോദിച്ച കൂടപ്പിറപ്പുകളാണെങ്കിലോ, കൂടപ്പിറപ്പുകളല്ലേ നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റുക. അവർ അങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാത്തതല്ലേ യഥാർത്ഥമായ വിഷയം. അവരങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പോരെ. മഴ വരും എന്ന് നമുക്ക് അറിയുന്നെങ്കിൽ കൂടെ നമ്മൾ എടുക്കും. അത് എടുക്കാതിരുന്ന മഴ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എടുക്കുക എന്നത് മാത്രമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത്, ഞാനൊക്കെ മുഴുവനായിട്ട് പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ. കാരണം നെഗറ്റീവ് ഓഫീസിലായാലും എന്താ കുഴപ്പം? ഓഫീസിലായിക്കോട്ടെ, ഓഫീസിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ മതിയല്ലോ. ഇതുപോലെ ആണ് എന്ന് പറഞ്ഞതിനെ അക്സെപ്റ്റ് ചെയ്യുക, അത് അങ്ങനെയാണ്. സോ ദർ ഇസ് നോ നെഗറ്റീവ്. സി, ഒരു സംഭവത്തെ ഞാൻ പറഞ്ഞില്ല, മഴ വരുന്നു എങ്കിൽ കൊടയുണ്ടെങ്കിൽ പിന്നെ മഴയെ നമ്മൾ ഭയക്കില്ലല്ലോ. ഇത് കൊട എടുക്കാത്തത് കൊണ്ടല്ലേ. ഓഫീസ് അങ്ങനെയാണെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇത് ഓരോ ആളെയും ചോദിക്കരുത്, ഞാൻ എല്ലാത്തിനും പറയും, എല്ലാം കോമൺ ആണ്. ഓഫീസിലായാലും മക്കളായാലും അച്ഛനായാലും അമ്മയായാലും ജ്യേഷ്ഠനായാലും സഹോദരനായാലും അല്ലെങ്കിൽ എന്താ പറയുക നാട്ടുകാരായാലും എല്ലാം സെയിം ആണ്. ആ ആളെ എങ്ങ് മനസ്സിലാക്കുക. മക്കളെ നമുക്കറിയാം, വീട്ടിലെ ആൾക്കാരെ നമുക്കറിയാം,
ഓഫീസിലെ ആൾക്കാരെ നമുക്കറിയാം. ഇതെല്ലാം അറിയാം, നോൺ പേഴ്സൺസ് ആണ്. നമുക്ക് ആകെ സംഭവിക്കുന്ന അൺനോൺ പേഴ്സൺസ് വരുമ്പോൾ മാത്രമേ നമുക്ക് ഒരു വിഷയം വരുന്നുള്ളൂ. നോൺ പേഴ്സൺ അങ്ങനെയാണെന്ന് അറിയാമല്ലോ. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, ഈ വീട്ടിലായാലും ഓഫീസിലായാലും അല്ലെങ്കിൽ കുടുംബത്തിലായാലും സഹോദരങ്ങളായാലും നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക, അവര് നിങ്ങൾ അസ്വസ്ഥമാകുന്നത് അവരുടെ പ്രവൃത്തി കൊണ്ടാണോ നമ്മുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടാണോ എന്ന്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. 90% ഞാൻ പറയാം, നമ്മുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവർ നമ്മളെ ട്രിഗർ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കണക്കുകൾ വെച്ച് തെളിയിച്ച് കാണിച്ചു തരാം. മക്കൾ നമ്മളെ ട്രിഗർ ചെയ്യുന്നത് അമ്മയ്ക്കൊന്നും അറിയില്ല, മിണ്ടാതെ അവിടെ ഇരുന്നു എന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ പല സാഹചര്യങ്ങളിലും ബോൾ അവരുടെ കോർട്ടിൽ കൊടുത്തിട്ടാണ്. ഇല്ല എന്ന് പറയേണ്ട 100 എണ്ണം എണ്ണിത്ത പറഞ്ഞതാണ് ഓരോ കാര്യങ്ങളും. അല്ലാതെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അംഗീകരിക്കും? നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ മനസ്സിലാവും ഇതായിരുന്നല്ലേ സംഭവം മനസ്സിലാവും. തീർച്ചയായിട്ടും ഇത് എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ് എന്ന് മാത്രം ഓർമ്മിക്കുക. അപ്പോൾ ഇത് കൃത്യമായി നമുക്ക് എല്ലാവർക്കും രണ്ടാമത്തെ കാര്യം, ഇതും വളരെ കണക്റ്റഡ് ആണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് അംഗീകരിക്കാനേ പറ്റില്ല, അംഗീകരിച്ചാലും നിങ്ങളിത് ചെയ്യുന്നുമില്ല എന്നുള്ളത് പറയാം. നിങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, നിങ്ങൾ കുറേയൊക്കെ മാറിയവരാണ്, നിങ്ങൾ എലവേറ്റഡ് ആണ്. യൂട്യൂബ് വീഡിയോ കാണുന്ന പുതിയ പുതിയ ആൾക്കാരുണ്ട് പറയാം. നിങ്ങൾ തുടങ്ങിയതാണെങ്കിൽ പറയാം, ഇത് മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വിനോദങ്ങളിൽ ഏർപ്പെടുക. മനസ്സിനെ സ്വസ്ഥമാക്കാൻ, മനസ്സിനെ വരുതിയിലെത്താൻ ഏറ്റവും പ്രധാനമാണ് വിനോദം എന്ന് പറയുന്നത്. എത്ര പേര് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവര് നിത്യവും ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിനോദത്തിൽ ഏർപ്പെടുന്നു എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്തു നോക്കുക. 250 ആൾക്കാരുണ്ടല്ലോ ഇവിടെ അല്ലെ, ഇത്രയും ആൾക്കാരുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, എത്ര പേര് വിനോദം എന്ന് പറയുന്നത് മനസ്സിനെ സാന്ത്വനപ്പെടുത്തുന്ന, മനസ്സിനെ നന്മയിലേക്ക് നയിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ്. കണ്ടോ, ഒരാൾക്കും ടൈപ്പിംഗ് ഇല്ല. വിനോദോ, അതെന്ത് സാധനം? അങ്ങനത്തെ സാധനയെ മറന്നുപോയി, അറിയില്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ക്ലാസ്സുകൾ, ഇനി വിനോദത്തിന്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ ഇരുത്ത് പഠിപ്പിച്ചു തരുന്നുണ്ട്, നിങ്ങൾ വിനോദിപ്പിച്ചു തരുന്നുണ്ട്. ആ പാട്ട് പഠിക്കുന്നതുകൊണ്ട് മാത്രം വിനോദമാവണമെന്നില്ല. വിനോദിക്കുന്നുണ്ടോ ആ പാട്ട് പാടുമ്പോൾ? യെസ്, അതിൽ ആനന്ദിക്കുന്നുണ്ടോ? കമ്മിറ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്നില്ല, ആനന്ദിക്കുന്നുണ്ടോ? ഇത് എന്ത് ചെയ്യുന്നു എന്നല്ല, നിങ്ങൾ ഏത് ആക്ഷൻ എടുക്കുന്നു എന്ന വിഷയമേ അല്ല. അവിടെ നിങ്ങൾ ആ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാനിപ്പോ ചിരിച്ചോണ്ട് പറയുമ്പോഴും നിങ്ങൾ എത്ര പേരുടെ മുഖത്ത് ചിരിയുണ്ട് എന്നതാണ് പ്രധാനം. ഞാൻ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ചിരിക്കാനുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാവും, നിങ്ങളുടെ വിഷയമില്ല. ഇത് പറ്റുന്നില്ല ഇപ്പോഴും. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ തീർച്ചയായിട്ടും ഇത് വളരെ നിർബന്ധമാണ്. പൂക്കൾ കാണുക, അല്ലെങ്കിൽ ആനന്ദത്തിൽ എന്താ പറയാ, ഗാർഡനിങ് നടത്തുക, വെറുതെ ഒന്ന് പുറത്തിറങ്ങി നടക്കുക. 100 കണക്കിന് വിനോദോപാസനകളുണ്ട്, ഇന്നതാണെന്നും പറയാൻ പറ്റില്ല, എത്രയോ ഉണ്ട്. ഓരോ ആൾക്ക് ഓരോന്നായിരിക്കും വിനോദം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിനോദം ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ വിഷയമെന്ന് ഒന്നുകൂടി ഓർപ്പിക്കുന്നു. അത് ചെയ്യുക എന്നുള്ളതാണ്. വിനോദം എന്ത് നിങ്ങൾ ചെയ്യുന്നു, ഒന്നുകൂടി പറയാം, എന്ത് ചെയ്യുന്നു എന്നതിലല്ല പ്രാധാന്യം, നിങ്ങൾ അതിന് എത്രത്തോളം എത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, എത്രത്തോളം നിങ്ങൾ ആനന്ദം ഉണ്ടാക്കുന്നു എന്നത് മാത്രമാണ് പ്രധാനം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നന്ദി പ്രകടിപ്പിക്കുക. നന്ദി എഴുതുക, നന്ദി പ്രകടിപ്പിക്കുക, നിത്യവും അവനവനോട് തന്നെ പറയുക. നന്ദി എത്ര പേർക്ക് പറയാൻ പറ്റും? എത്ര പേര് പറയുന്നുണ്ട്? ശീലിക്കുക, നന്ദി പറയുക, എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം. ആരോടാണ് നന്ദി പറയുന്നത്? ചോദ്യത്തിന് ഉത്തരം പറയൂ. ആരോടാണ് നിങ്ങൾ നന്ദി പറയുന്നത്? നന്ദി പറയണം. ആരോടാണ് നന്ദി പറയുന്നത്? നന്ദി പറയുക. ആരോടാണ് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആദ്യം അവനവനോട് ആദ്യം പറയുക. ഞാൻ ഇത്രയും നല്ലതായി മാറിയല്ലോ, ഞാൻ ഇത്രയും ചെയ്തല്ലോ, എനിക്ക് പറ്റിയല്ലോ ഇത്രയും എന്നുള്ള നന്ദി 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 എന്നുള്ള ഒരു ദിവസത്തിൽ പറ്റുമെങ്കിൽ 30,000 തവണ. ബാക്കിയുള്ളല്ലേ, ബാക്കി 30 ബാക്കിയുണ്ടോ? 60,000, 60,000, 70,000, 30,000 പ്രാവശ്യ തവണയും നിങ്ങൾ നന്ദി അവനവനോട് പറഞ്ഞോളൂ. ബാക്കി എല്ലാം ഓട്ടോമാറ്റിക് നടന്നോളൂ. പുതിയ പുസ്തകത്തിൽ വളരെ വിശദമായി നന്ദിയെ പറ്റി പറയുന്നുണ്ട്. കൃതജ്ഞത മനോഭാവത്തെ പറ്റിയിട്ട് പുതിയ പുസ്തകം വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. നന്ദി നമ്മുടെ മനസ്സൊരു വിസ്മയത്തിലും അതിന്റെ ഒരു പാട്ട് തന്നെ ഉണ്ട് നന്ദിയെ പറ്റി പറയുന്നത്. അത്രയും വലിയൊരു ആയുധമാണ് അത്. നന്ദി പറയുക, എഴുതുക, പ്രാക്ടീസ് ചെയ്യുക. പറയുക, നിത്യവും പറയുക, എഴുതുക, അവനവനോട് തന്നെ പറയുക എന്നുള്ളത്. അത് നിത്യമായിട്ട് പറയുക. എന്നോടും ദൈവത്തോടും എല്ലാം ഒന്ന് തന്നെയാണ്. നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക എല്ലാവരോടും.
എല്ലാവരോടും പറയും, കണ്ടതിനോട് എല്ലാത്തിനും. ഇപ്പൊ എനിക്ക് നിങ്ങളോട് അഗീതമായ നന്ദിയാണ്. ഈ 250 ആൾക്കാർ ഇവിടെ നിൽക്കുന്നു. നാളെ കാണുന്ന 20,000, 30,000, 50,000 ആൾക്കാർ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദിയാണ്. നന്ദി നന്ദി. എന്താണെന്നറിയോ? നിങ്ങൾ ഇത് കാണുന്നതുകൊണ്ട് ഞാൻ വല്ലാണ്ട് സന്തോഷിക്കുന്നു. എന്റെ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ കൂടെ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ എന്റെ സന്തോഷം നൽകുന്ന, എനിക്ക് സന്തോഷം നൽകുന്ന നിങ്ങളോട് ഞാൻ നന്ദി അല്ലാതെ എന്താ പറയാ? തീർച്ചയായിട്ടും നന്ദി തന്നെയാണ്. എല്ലാത്തിനും നന്ദിയാണ്. എനിക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടറിനോട് നന്ദി, എല്ലാത്തിനും. അങ്ങനെ നന്ദി പറയാൻ നിന്നാൽ എത്രയും ഇപ്പൊ സമയം ചെയ്യില്ല. എല്ലാത്തിനും നന്ദി നന്ദി നന്ദി. അങ്ങനെ ആണെങ്കിൽ ഒന്നായി ഇമോജി ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുന്ന മാത്രമല്ല, ഇവിടെ വേറെ റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇങ്ങനെ സാധനം എല്ലാവരും പ്രസ് ചെയ്ത് നോക്കട്ടെ. ഈ സാധനങ്ങൾ എല്ലാവരും ഇപ്പൊ ഫോണിലുണ്ട്. എത്ര പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്? ഇത് തൊട്ടാൽ പറയേ ഇത് പാടില്ല എന്ന് പറയുന്ന എത്ര പേര് ഇപ്പോഴും ഉണ്ട്? ഈ സാധനം തൊട്ടാൽ ഇതിലൊറ്റ അർത്ഥം അല്ല കേട്ടോ. അപ്പൊ ഞാൻ ഈ പ്രസ് ചെയ്ത സാധനത്തിന് ഇതിന്റെ യഥാർത്ഥ പേര് അൺകണ്ടീഷണൽ ലവ് എന്നാണ്. ഇതിന് ഒരു കണ്ടീഷനും ഇല്ല. ഇത് നൽകുന്നതിന് ഒരു കണ്ടീഷനും വേണ്ട. എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ ഈ സാധനത്തിന് കണ്ടീഷൻസ് വെച്ചാൽ അപ്പോൾ മുതൽ നമ്മുടെ മനസ്സ് മാലിന്യങ്ങളിലേക്ക് എടുത്തറിയപ്പെടും. ഇതിന് കണ്ടീഷൻ ഇല്ലാത്ത സാധനമാണ് സ്നേഹം എന്ന് പറയുന്നത്. നന്ദിയോടുകൂടി കൊടുക്കുക, അതിൽ കണ്ടീഷൻ വേണ്ട. നിങ്ങൾ സ്നേഹത്തെ അളക്കുന്നത് മറ്റേതെങ്കിലും അളവുകോൽ വെച്ചാണെങ്കിൽ അത് നമ്മുടെ താഴോട്ട് കൊണ്ടുപോവുകയുള്ളൂ, മുകളിലോട്ട് ഉയർത്തുകയില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, എല്ലാ ഗുരുക്കന്മാരും സംസാരിച്ചത് മുഴുവൻ അഗീതമായ അൺകണ്ടീഷണലായ സ്നേഹത്തെ പറ്റിയിട്ടാണ്. നന്ദി സ്നേഹത്തോടെ നൽകുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. 4-മത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിനെ വിശ്രമിപ്പിക്കുക എന്ന് പറയും. മനസ്സിനെ വിശ്രമിപ്പിക്കുക. എത്ര പേര് ഇത് ചെയ്യുന്നുണ്ടാവും? വെറുതെ ഇരിക്കുക. ഞാൻ ഇന്ന് രാവിലെയും ഇറ്റലി മെഡിറ്റേഷൻകാരോട് പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്. അയ്യോ, വെറുതെ ഇരിക്കുക, ഞങ്ങൾക്ക് വെറുതെ ഇരുന്നിട്ടുണ്ട് സാറേ, നമ്മൾ ഇരുന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് 108 തവണ വെറും ബ്രീത്തിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. നടക്കില്ല. മനസ്സിനെ വിശ്രമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ലോഡ് കൊടുക്കാതെ അതിന് വെറുതെ വിടുക. വെറുതെ വിടുക, എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ, വെറുതെ വിടുക എന്ന് പറയുന്നു. വെറുതെ വിടാൻ നമുക്ക് സാധിക്കുന്നില്ല അല്ലെ? വളരെ സാധ്യത കുറവാണ്. അപ്പോൾ മെഡിറ്റേഷൻ ഒക്കെ വരുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് മനസ്സിനെ വിശ്രമിപ്പിക്കുക എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ അല്ല. വെറുതെ മനസ്സിനൊരു സ്ഥലത്ത് നിൽക്കുക, നമ്മൾ അതിന്റെ പിറകെ പോകും. നമ്മളെപ്പോഴും ഈ ചിന്തകളെയും നമ്മൾ മനസ്സിലാകാത്തതുകൊണ്ടാണ് ചിന്തകളുടെ പിറകെയാണ് നമ്മൾ പോകുന്നത്. അതിന്റെ പിറകെ പോവാതെ അതിന് വിട്ടുകൊടുത്ത് ഒരു സ്ഥലത്ത് റിലാക്സ് ചെയ്തിരിക്കുക. ഞാൻ ഇതിനു മുമ്പ് പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഓൺ ടൈം എന്ന് പറയുന്നത് എത്ര പേർക്ക് അവരവർക്ക് വേണ്ടി സമയമുണ്ട്. ഇന്ന് ഞാൻ എന്നോട് ഒരാളെ 1 to 1 എടുത്തപ്പോ അവർ പറഞ്ഞു, സാറേ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എന്താ? എനിക്ക് 5 മിനിറ്റിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന മെഡിറ്റേഷൻ തരാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെന്താ സംഭവം? സാറേ ഞാൻ രാവിലെ 3 മണിക്ക് എഴുന്നേക്കും, പക്ഷെ എനിക്ക് 5 മിനിറ്റിൽ കൂടുതൽ സമയമില്ല മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട്. എനിക്ക് മെഡിറ്റേഷൻ ചെയ്തേ പറ്റുള്ളൂ, 5 മിനിറ്റിൽ തരാൻ പറ്റുമോ? ഞാൻ എന്താ മറുപടി പറയണ്ടേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മറുപടി ഉണ്ടോ? അതായത് എനിക്ക് വേണ്ടി 5 മിനിറ്റിൽ കൂടുതൽ ചെലവഴിക്കാൻ എന്റെ കയ്യിലില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ പോസിബിൾ അല്ല എന്നറിയുക. സൈക്കോളജിക്കലി അത് പോസിബിൾ അല്ല. രണ്ടാമത് പറഞ്ഞത് ചിന്തകൾ. ഇപ്പൊ ഒരാളുടെ ചോദിച്ച ചോദ്യമാണ്, വെറുതെ വിടുമ്പോൾ ചിന്തകൾ കൂടുന്നു. തെറ്റാണ്. ചിന്തകളുടെ കൂടെ നിങ്ങൾ പോകുമ്പോഴാണ് ചിന്തകൾ ഉണ്ട് എന്ന് അറിയുന്നത്. ചിന്തകളെ വഴിക്ക് വിടുകയും നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുകയും ചെയ്താൽ ചിന്തകൾ നിങ്ങളും രണ്ടും ഒന്നല്ല എന്ന് തിരിച്ചറിയുക. അത് രണ്ടാണ്. നമ്മൾ ചിന്തയുടെ കൂടെ പോകുമ്പോൾ മാത്രമേ വിഷയമുള്ളൂ. ചിന്തകൾ പോയാൽ നമുക്ക് ഒരു വിഷയവും ഉണ്ടാവില്ല എന്നറിയുക. ഒരു മനസ്സിനെ സ്വതന്ത്രമായി വിടുക അല്ലെങ്കിൽ മനസ്സിനെ വിശ്രമിപ്പിക്കുക എന്ന് പറയുന്നത് ബൈ പ്രാക്ടീസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. അതിന്റെ ധ്യാനം നമ്മൾ തുടങ്ങുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് തുടങ്ങുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ് ഇപ്പൊ ചെയ്യുന്ന മെഡിറ്റേഷൻ കുറച്ച് വ്യത്യസ്തമാണ്. ഇത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, 5-മത്തെ കാര്യം സ്വയം ബോധവൽക്കരണം എന്ന് പറയുന്ന കാര്യം. ഞാൻ കുറച്ച് ഫാസ്റ്റായി പറഞ്ഞു, സമയം വരുന്നത്. സ്വയം ബോധവൽക്കരണം. ഞാൻ എന്ത് ചെയ്യുന്നു എന്നത് എനിക്കറിയില്ലെങ്കിൽ പിന്നെ ആർക്കറിയും? ഒരാൾക്കും അറിയില്ല അല്ലെ? എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തടത്തോളം കാലം, എനിക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്തടത്തോളം കാലം, എന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എനിക്ക് അറിയാൻ പറ്റാത്ത കാലം, എന്റെ ചിന്തകൾ എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തടത്തോളം കാലം ദർ ഇസ് നോ ചേഞ്ചസ്. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കണം എന്നുള്ള ബോധം അവനവനിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബോധോദയത്തെ എന്തിന്റെ ഭാഗമാണ്? ഈ മാറ്റത്തിൽ ഉണ്ടാവാനുള്ള ആകാനാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ പ്രാവർത്തികമാക്കുന്നത് ആവശ്യമാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിത്യവും പ്രാക്ടീസ് ചെയ്യാമല്ലോ ഇത്തരം കാര്യങ്ങൾ. നെഗറ്റീവ് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം, വിനോദത്തിൽ ഏർപ്പെടാം, അതിന് യാതൊരു തടസ്സവും ഇല്ല, നന്ദി പറയുന്നതിന് പ്രത്യേകിച്ച് ചെലവില്ല.
അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മനസ്സിനെ വിശ്രമിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചെലവില്ല. 5 മിനിറ്റ്, ഒരു അരമണിക്കൂർ വെറുതെ ഇരിക്കുന്നതിന് ചെലവില്ല. ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു എക്സ്പെൻസും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് എന്നെ മനസ്സിലാക്കിയാൽ ഇതെനിക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ പറ്റും. ആവശ്യമാണെന്ന് മനസ്സിലാക്കിയവന് മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയും. എന്നും കൂടി തീരുമാനിക്കുക. ഇതെല്ലാം നിങ്ങൾ എഗ്രി ആണല്ലോ, നിങ്ങൾക്കെല്ലാം ഇത് ആവശ്യമാണല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ആവശ്യമാണ് ആണെങ്കിൽ പറഞ്ഞോളൂ, ആവശ്യമാണ്. ഇനി 6ാമത്തെ കാര്യം ഇതാണ്. ഇപ്പോൾ നമ്മൾ 1ാമതായി ചെയ്തു പോകുന്ന കാര്യം. 6ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു നിർത്തി മനസ്സിലായത് നിങ്ങൾക്ക് 1 മുതൽ 5 വരെ പറഞ്ഞത് അവനവനെ ഓരോ സമയത്തും ശരിയാക്കി എടുക്കേണ്ടതിന്, അത് ഒഴിവാക്കേണ്ടതിന്റെയും മനസ്സിലാക്കേണ്ടതിനും പറ്റിയിട്ടാണ് 1 മുതൽ 5 വരെ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. നെഗറ്റീവ് വ്യക്തികൾ, സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക, വിനോദത്തിൽ ഏർപ്പെടുക, നന്ദി പ്രകടിപ്പിക്കുക, മനസ്സിനെ വിശ്രമിപ്പിക്കുക, സ്വയം ബോധവൽക്കരണം നടത്തുക. 5 കാര്യങ്ങൾ പറഞ്ഞു. 6ാമത്തെ കാര്യം നിത്യവും കോൺഷ്യസ്ലി, ബോധപൂർവം സമയം കണ്ടെത്തി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ദർ ഈസ് നോ അതർ ആൾട്ടർനേറ്റ് മെത്തേഡ് ഫോർ ദിസ്. ലോകത്ത് ഇന്നേ വരെ ഈ ഒരു മെത്തേഡിന് പകരം വേറെ ഒരു മെത്തേഡും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ശാശ്വതമായ മനസ്സിന്റെ ക്രമീകരണം ആവശ്യമാണെങ്കിൽ, ശാശ്വതമായ മനസ്സിന്റെ ക്രമീകരണം ആവശ്യമാണെങ്കിൽ വേറെ ഒരു മെത്തേഡും ലോകത്ത് നിലവിൽ കണ്ടുപിടിച്ചിട്ടില്ല. ആ മെത്തേഡിന്റെ പേര് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവോ? എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ്. ഇതെല്ലാവരും അറിയണം. ഇതിന് സമയമില്ല എന്ന് മാത്രം പറഞ്ഞേക്കരുത് എന്നുള്ളതാണ്. പറഞ്ഞു നോക്കിയാൽ മെത്തേഡിന്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറയട്ടെ. എല്ലാവർക്കും അറിയാം. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇത് എല്ലാവരും ദയവ് ചെയ്ത് ചെയ്യണം. നിങ്ങളും ചെയ്യണം, നമ്മളും ചെയ്യണം. നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കണം, വീട്ടിലുള്ളവരെയും പഠിപ്പിക്കണം. നിങ്ങൾ വെറുതെ അവരെ വിളിച്ചിട്ട് ഇരുത്തിരുന്നു. ഇപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കാൻ കുട്ടികളെ വിളിക്കാറുണ്ടല്ലോ വീട്ടില്. എന്റെ മക്കൾ പ്രാർത്ഥിക്കും, പക്ഷെ മെഡിറ്റേഷൻ ചെയ്യില്ല സാറേ എന്ന് പറയുന്ന പോലെ ആവരുത്. പ്രാക്ടീസ് ചെയ്യണം. മക്കളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഹസ്ബൻഡിനെയും ഭാര്യയും ഇരുത്തി പ്രാക്ടീസ് ചെയ്യും. ഒന്ന് ചെയ്യുമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുത്തിട്ടാൽ ചെയ്താൽ ഒന്ന് സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പോവില്ല. നിത്യവും പ്രാക്ടീസ് ബോധപൂർവം തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇതായിട്ട് ചെയ്യരുത്. കൺസിസ്റ്റൻസി ആയിട്ട്, കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു ആക്ഷൻ ആണ് മെഡിറ്റേഷൻ. എന്താണ് നിത്യ പ്രാക്ടീസിൽ. ഇപ്പൊ എനിക്കൊക്കെ നമുക്ക് പ്രാക്ടീസ് ആയി മാറി. ഇപ്പൊ ഇതില്ലാതെ നമ്മൾ ഒരു ദിവസം കൺട്രോളിൽ പോവില്ല എന്നുള്ള അവസ്ഥയിലെത്തി. മെഡിറ്റേഷൻ, മെഡിറ്റേഷൻ, മെഡിറ്റേഷൻ. ഇതിന്റെ ഗുണങ്ങളൊക്കെ പറ്റി പലവട്ടം പറഞ്ഞതാണ്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നിത്യം മെഡിറ്റേഷൻ ദിനം പ്രാക്ടീസ് ചെയ്യുന്ന വാക്ക് മാറ്റി പറയാം, ശരിയായ രീതിയിൽ നിത്യവും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുടെ മനസ്സിൽ ഈ പറഞ്ഞ ഒരു വിഷയങ്ങളും ഉണ്ടാവില്ല. 100% ഗ്യാരണ്ടി. ഇനി 7ാമത്തെ കാര്യം, ഇത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാവുന്ന 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് അഫ്രിമേഷൻ, പോസിറ്റീവ് അഫ്രിമേഷൻസ്. തീർച്ചയായിട്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് പോസിറ്റീവ് അഫ്രിമേഷൻ. എന്താണ് അഫ്രിമേഷന്റെ ഗുണങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം, ഇന്ന് വീണ്ടും പറയണില്ല. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അഫ്രിമേഷൻ കൂടി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കൊടുക്കുന്നത്. ഇതിന് അത്ര കണ്ട് വിപുലമായ പ്രത്യേകതയുണ്ട് എന്നുള്ളത് അറിയിക്കും. ഇതെല്ലാം, ഈ പറഞ്ഞതെല്ലാം ചെയ്യാൻ പറ്റാത്തവർ ആരുമില്ലല്ലോ ഇവിടെ. ഒന്ന് പറഞ്ഞു സാർ ഇതെനിക്ക് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ പറഞ്ഞ 7 പോയിന്റിൽ ഇത് ഒരു പെയിന്റ് എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണ്, ഇതിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടതായിട്ട് ഏതെങ്കിലും ഒന്നുണ്ടോ എന്ന് പറഞ്ഞേ. ഇതിലൊന്ന് ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതായിട്ടുണ്ടോ എന്ന് പറഞ്ഞേ. ഇതെനിക്ക് അറിയത്തില്ല, ഞാൻ കേട്ടിട്ടേ ഇല്ല സംഭവം എന്ന് പറയുന്നുണ്ടോ നോക്കിയേ. ഒരെണ്ണം പോലും ഉണ്ടാവില്ല. പക്ഷെ ഇതെല്ലാം അറിയാം, പക്ഷെ എന്തില്ല, ചെയ്യില്ല എന്നത് മാത്രമേ ഉള്ളൂ. ചെയ്യില്ല എന്ന് മാത്രമേ വിഷയമുള്ളൂ എന്നുള്ള. അതുകൊണ്ട് ചെയ്യുക, അവനവനെ പരിധിയിലാക്കാൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം ഇന്ന് കോച്ച് പ്രോഗ്രാം സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ട് അവരുടെ സമയം കൃത്യമായി കൊടുക്കണം. അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഇതിന്റെ വേറൊരു കാര്യം കൂടി പഠിപ്പിക്കാമെന്ന് പറഞ്ഞതല്ലേ, പക്ഷെ സമയപരിമിതി ഉണ്ട്. ഇന്നത്തെ ഞാൻ പറ്റുമെങ്കിൽ വീഡിയോ ആയിട്ട് നാളെ, അല്ലെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ ഇതിന്റെ ആ ടെക്നിക്ക് പഠിപ്പിക്കാം കേട്ടോ. സമയം നോക്കണം, സമയമില്ല. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ സമയം പോകുന്നു. അത് ഉറക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പഠിപ്പിക്കുമ്പോൾ വിശദമായി പഠിപ്പിച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ല. അതെന്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് സമയമെടുത്താലും നിങ്ങൾക്ക് ഗുണകരമായേ മാറുള്ളൂ. ഷോർട്ടിൽ പോയി ഒരു കാര്യം മാത്രം ഒഴിക്കുക. ലൈഫിൽ, ജീവിതത്തിൽ ഇല്ലാത്തൊരു സാധനത്തിന്റെ പേരാണ്, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പാടില്ലാത്തൊരു കാര്യത്തിന്റെ പേരാണ് നോട്ട് ഷോർട്ട് കട്ട് ഫോർ സക്സസ്. സക്സസിന് ഒരു ഷോർട്ട് കട്ടുകളും ഇല്ല. അപ്പൊ അതിന് കൃത്യമായ രീതിയിൽ തന്നെ പോകണം.
എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. 7 സാധനങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് സെൽഫായി പറ്റുന്നില്ലെങ്കിൽ വന്നോളൂ രാവിലെ 5:30 മണിക്ക്. അതും പറ്റുന്നില്ലെങ്കിൽ വൈകിട്ടത്തെ മെഡിറ്റേഷൻ ഉണ്ട്, അതിൽ വന്നോളൂ. അതിലും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 8:30 മണിക്ക് രാവിലെ 8:30 മണിക്കത്തെ മെഡിറ്റേഷൻ ഉണ്ട്, അത് വന്നോളൂ. എന്തായാലും ചെയ്യുക. അതുമല്ലെങ്കിൽ യൂട്യൂബിൽ കുറേ മെഡിറ്റേഷൻ ക്ലാസ്, എന്റെ തന്നെ കുറെ യൂട്യൂബ് മെഡിറ്റേഷൻ വീഡിയോസ് ഉണ്ട്, അത് കണ്ട് പ്രാക്ടീസ് ചെയ്തോളൂ. അതല്ലെങ്കിൽ ഇഷ്ടംപോലെ മെഡിറ്റേഷൻ കൂടെ ഉണ്ട്, അത് പ്രാക്ടീസ് പക്ഷെ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസമാവും. ഓക്കെ, താങ്ക് യു. സാറിന്റെ സ്റ്റാർ എന്ന് പറയൂ, ഉത്സവമാണ്, പൂജ നടത്താൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോളൂ. ഇപ്പൊ മറുപടി പറഞ്ഞു, 1 മിനിറ്റ് കൊണ്ട് മറുപടി പറഞ്ഞിട്ട് പോവാം. ഇല്ലല്ലോ? അപ്പൊ നിത്യ പ്രാക്ടീസ് ആക്കി മാറ്റുക, ജീവിതത്തിൽ മാറ്റുക. അവനവന്റെ മനസ്സ് അവനവന്റെ കയ്യിലാണെന്ന് ഓർക്കുക, മറ്റാരെയും കയ്യിൽ കൊടുത്തേക്കരുത്. കിട്ടി ബുക്ക് അല്ലേ? താങ്ക് യു വെരി മച്ച്. ശരി, പോസിറ്റീവ് അഫർമേഷൻ ഏതായാലും മതിയല്ലോ, നമ്മൾ സാർ തന്നിട്ടുള്ള ഇഷ്ടമുള്ള ചെയ്തു.